സ്റ്റീവൻ നോർക്വിസ്റ്റ് എന്നയാൾ ബോധോദയം അഥവാ എൻലൈറ്റൻമെന്റ് എന്താണെന്ന് തനിക്ക് സംഭവിച്ച അവസ്ഥയുടെ വെളിച്ചത്തിൽ എഴുതിയ ചെറിയൊരു ലേഖനമാണിത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് എഴുതണമെന്ന് കുറേ നാളുകളായി നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ആദ്യമൊക്കെ അതിന് തയ്യാറാകാതിരുന്ന സ്റ്റീവ് കുറച്ചു കഴിഞ്ഞപ്പോൾ ചെറിയൊരു കുറിപ്പെഴുതി ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തു. കുറച്ചു നാളുകൾക്കുള്ളിൽ നോൺ ഡ്യുവാലിറ്റി അദ്വൈത ആധ്യാത്മിക രീതികൾ പിന്തുടരുന്ന ആളുകൾക്കിടയിൽ ഇത് വളരെ പ്രശസ്തമാകുകയും ചർച്ചാവിഷയം ആവുകയും ചെയ്തു. ആ ലേഖനത്തിന്റെ മലയാളം പരിഭാഷയാണിത്. സ്റ്റീവൻ നോർക്വിസ്റ്റ് എഴുതിയ കുറിപ്പ്. എൻലൈറ്റൻമെന്റ് എന്നാൽ എന്താണ്? അല്ല, സത്യത്തിൽ എന്താണത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷം അദ്വൈതം എന്നറിയപ്പെടുന്ന എൻ്റെ ആദ്യ അനുഭവം ഉണ്ടായിരിക്കുന്നു. ഞാൻ കെൻ വിൽബറിന്റെ ദ സ്പെക്ട്രം ഓഫ് കോൺഷ്യസ്നസ് എന്ന പുസ്തകത്തിൽ ഒരു അധ്യായം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് സാധാരണ ബോധമാണ് പരമബോധമെന്ന്. ഇതെനിക്ക് ഗഹനമായി തോന്നി. ഞാൻ പുസ്തകം അടച്ചുവെച്ച് എതിരെയുള്ള മേശപ്പുറത്ത് കിടക്കുന്ന ഒരു പേപ്പർ നോക്കി നിന്നു. ഏകദേശം 1-2 മിനിറ്റുകൾക്കുള്ളിൽ അതിശയകരവും ഭയപ്പെടുത്തുന്നതുമായ ഒരു കാര്യം സംഭവിച്ചു. ഞാൻ എന്ന എൻ്റെ ഭാവം പൊടുന്നനെ അപ്രത്യക്ഷമായി. ഇടയിലുണ്ടായിരുന്ന വ്യത്യാസം മുഴുവനായി ഇല്ലാതായി. സാധാരണയായി ഇവിടെ സ്റ്റീവ് ഇരുന്നു മേശപ്പുറത്തുള്ള പേപ്പർ നോക്കുന്നൊരു അവസ്ഥയുണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവശേഷിച്ചിരുന്നത് വെറും അനുഭവം മാത്രമായിരുന്നു. പേപ്പർ മാത്രം. അതിനെ കാണുന്ന ഒരു സ്റ്റീവില്ല. സാധാരണയായി സ്റ്റീവിനെയും പേപ്പറിനെയും വേർതിരിക്കുന്ന ഇടം യഥാർത്ഥത്തിലുണ്ടായിരുന്നില്ല. അവശേഷിച്ചിരുന്നത് വെറും അനുഭവം മാത്രം. പേപ്പർ എന്ന അനുഭവം മാത്രം. ഇത് കൂടുതൽ വ്യക്തമാക്കാനൊരു ഉദാഹരണം നൽകിക്കൊണ്ട് ഞാൻ ശ്രമിക്കാം. നിങ്ങൾ ഇതുവരെ ഒരിക്കലും പോയിട്ടില്ലാത്ത ഒരു വലിയ വീട് വ്യക്തമായി ഭാവന ചെയ്യുക. നിങ്ങൾക്ക് ഒരു അജ്ഞാതമായ അന്യതയുടെയും ഭയത്തിൻ്റെയും തോന്നൽ വരുന്നു. വീടിനുള്ളിൽ ഫർണിച്ചറും മറ്റു വസ്തുക്കളും ഉണ്ടെങ്കിലും ആളുകളാരുമില്ല. നിങ്ങൾ ആ വലിയ വീട്ടിനകത്ത് ഒറ്റയ്ക്ക് ഒരു അവ്യക്തമായ ഭയവും അനുഭവിച്ചുകൊണ്ട് അലഞ്ഞു തിരിയുന്നു. നിങ്ങൾ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് നീങ്ങുന്നു, അകത്ത് എന്ത് കാണുമെന്നറിയാതെ. ഈ വലിയ വീട്ടിൽ ഒറ്റക്കായതിനാൽ ചെറിയ വിഷമവും ഭയവും അനുഭവിക്കാൻ തുടങ്ങുന്നു. ഇതിങ്ങനെ എത്ര കാലമായി ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവസാനമായി നിങ്ങൾക്ക് ഇതിനെ സഹിക്കാൻ കഴിയാത്ത നിമിഷത്തിൽ ഒരു അതിശയകരമായ തിരിച്ചറിവ് സംഭവിക്കുന്നു. നിങ്ങൾ അവിടെയില്ല. അവശേഷിച്ചിരിക്കുന്നത് വെറും അനുഭവം മാത്രം. വീട് എന്ന അനുഭവം മാത്രം. ഇതാണ് അദ്വൈതാനുഭവത്തിൻ്റെ സ്വഭാവം. ഇതുതന്നെയാണ് നിലവിലെ യഥാർത്ഥ സത്യവും. ഒരു ഗഹനമായ തിരിച്ചറിവ് സംഭവിക്കുന്നു. ലോകത്ത് അനവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പ്രവർത്തികൾ ചെയ്യുന്ന ആരുമില്ല. ഒരർത്ഥത്തിൽ ഈ പ്രപഞ്ചം ജീവനില്ലാത്തതാണ്. ഇവിടെ ആരുമില്ല. വെറും സംഭവങ്ങൾ മാത്രമേയുള്ളൂ. സംഭവങ്ങളുടെ അനുഭവം മാത്രമാണുള്ളത്. ആത്മജ്ഞാനം വെളിപ്പെടുത്തുന്നത് ഈ പ്രപഞ്ചം സ്വയമേവ ഉണ്ടാകുന്നതാണ് എന്നാണ്. അതിൻ്റെ ഉത്ഭവവും ചാരുതയുമെല്ലാം ഗണിതപരമായി പരിപൂർണമായിരിക്കുന്നു. ഒന്നും തന്നെ യാദൃച്ഛികമല്ല. എല്ലാം എങ്ങനെയാണോ സംഭവിക്കേണ്ടത് അതുപോലെ തന്നെ കൃത്യമായി ഉയർക്കൊള്ളുന്നു. ഇവിടെ ആകസ്മികമായ സംഭവങ്ങളോ പരിണാമം തന്നെയോ യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. പ്രപഞ്ചം പരിപൂർണമാണ്. ഇവിടെ ഒന്നും തന്നെ തെറ്റായല്ല സംഭവിക്കുന്നത്. ഒന്നിനും തെറ്റായി സംഭവിക്കാനും കഴിയില്ല. മനുഷ്യസഹജമായ വീക്ഷണകോണിൽ നോക്കുമ്പോൾ ഇവിടെ ആകസ്മികതയോ പ്രവചനാതീത സ്വഭാവമോ ഉള്ളതായി തോന്നും. എന്നാൽ അത് നമ്മുടെ കാലഗണനയുടെ ടൈം ഫ്രെയിം പരിമിതികൾ കൊണ്ടാണ്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആയുസ്സും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വിടർന്നു വരുന്നത് കാണാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണത്. നമുക്കത് കാണാൻ കഴിയുമായിരുന്നെങ്കിൽ ഓരോ സംഭവവും എത്രമാത്രം പൂർണ്ണവും അനിവാര്യവുമാണെന്ന് മാത്രമല്ല, അത് മുൻകൂട്ടി പ്രവചിക്കാവുന്നതായിരുന്നു എന്നും നമുക്ക് വ്യക്തമാകുമായിരുന്നു. ചുരുക്കത്തിൽ പ്രപഞ്ചം പരിപൂർണമാണ്. യഥാർത്ഥത്തിൽ ആരാലും ഒന്നും ചെയ്യപ്പെടുന്നില്ല. എന്നിരുന്നാലും പ്രപഞ്ചം എന്ന അനുഭവം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ സാധ്യമാണ്? ബോധം. അതില്ലെങ്കിൽ പ്രപഞ്ചവുമില്ല. പ്രപഞ്ചാനുഭവം തന്നെ ബോധത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു.
ഒന്നിന് മറ്റൊന്നില്ലാതെ നിലനിൽക്കാനാകില്ല. ബോധമില്ലാതെ പ്രപഞ്ചമോ അതിൻ്റെ പരിണാമങ്ങളോ ഒന്നുമില്ല. ബോധമില്ലാതെ ദ്രവ്യത്തിനും രൂപത്തിനും, അതായത് മാറ്റർ ആൻഡ് ഷേപ്പ്, ഒരിക്കലും നിലനിൽപ്പില്ല. പ്രപഞ്ചം, ബോധം, മനസ്സ്, ദ്രവ്യം, തരംഗം, കണിക, നിങ്ങളതിനെ എന്ത് പേരിലൊക്കെ ആയാലും വിളിക്കട്ടെ, സത്യമിങ്ങനെയാണ്. നമുക്ക് പ്രപഞ്ചാനുഭവമായി തോന്നുന്നത് തന്നെയാണ് ബോധം. ഇവിടെ ഒരു നിരീക്ഷകൻ, ഒബ്സേർവർ ഇല്ല. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന വ്യക്തികളില്ല. അതുമാത്രമല്ല, പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ഒരു പരമപുരുഷൻ, ദൈവം, മനസ്സ് അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. അവശേഷിക്കുന്നത് വെറും അനുഭവം മാത്രം. പ്രപഞ്ചമുണ്ടെന്ന അനുഭവം, പക്ഷെ അത് അനുഭവിക്കുന്നവനില്ല. ഇത് വിരോധാഭാസമായി തോന്നാമെങ്കിലും ഇതാണ് യാഥാർത്ഥ്യം. അനുഭവമുണ്ട്, അത്രമാത്രമേയുള്ളൂ. ഇതാണ് പ്രപഞ്ചാനുഭവത്തിൻ്റെ സ്വഭാവം. അനുഭവിക്കാൻ ആരുമില്ലാത്ത വെറും അനുഭവം മാത്രം. പ്രപഞ്ചം ബോധത്തിൽ നിന്ന് സ്വയം ഉദിക്കുകയും ഒരേ സമയം ബോധസ്വരൂപമായിരിക്കുകയും ചെയ്യുന്നു. വസ്തുക്കളെ, ദ്രവ്യത്തെ നിരീക്ഷിക്കുന്ന എന്തോ ഒന്നാണ് ബോധം എന്ന ആശയം തെറ്റാണ്. ചില ഗുരുക്കന്മാർ സാക്ഷി എന്ന ആശയത്തെ വിശദീകരിക്കുന്നു. എല്ലാം നിമിഷം പ്രതി നിരീക്ഷിക്കുന്ന പരമനിശ്ചലമായ ഒരു മനസ്സ്. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവ് സൂചിപ്പിക്കുന്നു. ഇവിടെ ഒരാൾ സാക്ഷിയായിരുന്നു, അവിടെ ഒരു പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നു എന്നൊരു ധാരണ. എന്നാൽ ഇതു ശരിയല്ല. യഥാർത്ഥത്തിലുള്ളത് ഒന്നു മാത്രം: പ്രപഞ്ചാനുഭവം. അതായത് പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകൻ ഇല്ല. ഇനി വീണ്ടും വ്യക്തമായി പറയട്ടെ, ബോധം പ്രപഞ്ചത്തെ അറിയുന്നവനല്ല. ബോധം പ്രപഞ്ചമായി തന്നെ വർത്തിക്കുന്നു. ഇപ്പോൾ ഈ യാഥാർത്ഥ്യം മനുഷ്യജീവിതത്തിൽ എങ്ങനെ ചേർന്നു നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. സാധാരണ ഒരാൾ സ്വയം ഒരു വ്യക്തിയെന്നോ, ചിന്തകളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുള്ള ഒരാളെന്നോ, ഒരു ശരീരം, ഒരു വീട്, ഒരു ഭാര്യ, ഒരു മകൻ എന്നിവയുള്ളവനെന്നോ കരുതുന്നു. മുകളിൽ പറഞ്ഞതെല്ലാം സത്യമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഇത് ബോധത്തിൽ നിന്ന് യാന്ത്രികമായി അനുനിമിഷം സ്വയം ഉത്ഭവിക്കുന്ന പ്രപഞ്ചാനുഭവം മാത്രമാണ്. കാര്യങ്ങൾ സംഭവിക്കുന്നു, പക്ഷേ അവയെ ചെയ്യുന്നതാരുമില്ല. പ്രപഞ്ചാനുഭവമുണ്ട്. ബോധം സ്വയമേ ബോധസ്വരൂപമായിരിക്കുന്നു. അറിവില്ലാത്ത, യാഥാർത്ഥ്യമെന്തെന്നറിയാത്ത ഒരാൾ താനാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. താനൊരു വ്യക്തിയാണെന്നും തനിക്ക് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ടെന്നും കരുതുന്നു. യാഥാർത്ഥ്യം ഇതാണ്: ശരീരമുണ്ട്, ചിന്തകളുണ്ട്, ഓർമ്മകളുണ്ട്. പക്ഷേ ഇതെല്ലാം ബോധം മാത്രമാണ്. ബോധം മാത്രം. ചിലർ ഇങ്ങനെ കരുതുന്നു: ബോധം താൽക്കാലികമായി അതിൻ്റെ ശരീരാനുഭവത്തെയും അതിൻ്റെ ഓർമ്മകളെയും ഒരു വ്യക്തിയായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഈ ആശയം സത്യമെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് ശരിയല്ല. പ്രപഞ്ചാനുഭവം അഥവാ ബോധം ഒരിക്കലും സ്വയം മറക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്തിട്ടില്ല. ഏതൊരു സമയത്തും വ്യക്തിത്വം തകരാം. അതിനെ തുടർന്ന് പ്രഥമാവസ്ഥയിലേക്ക്, ദ്രവ്യവും ബോധവും ഒന്നാകുന്ന തത്വത്തിലേക്ക് മടങ്ങാം. യഥാർത്ഥത്തിൽ അതു രണ്ടും എപ്പോഴും ഒന്നായി തന്നെ നിലനിൽക്കുന്നു. ഇതിനെ അറിയുക ബൗദ്ധികമായോ ആശയവിനിമയപരമായോ അല്ല, പക്ഷേ നേരിട്ടുള്ള ജീവിതാനുഭവമായി അതിനെ സാക്ഷാത്കരിക്കുക. ഇതാണ് ആത്മജ്ഞാനം. ഇതൊരിക്കൽ അറിയപ്പെട്ടു കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയാൽ എങ്ങനെ മുന്നോട്ടു പോകണം? ഒരേ ഒരു മാർഗമുണ്ട്: അനുഭവങ്ങൾ സ്വയം സംഭവിക്കട്ടെ. യാതൊരു ഇടപെടലുമില്ലാതെ അത് സ്വാഭാവികമായി ഉദിക്കുകയും ഒഴുകുകയും ചെയ്യട്ടെ. പ്രപഞ്ചം സ്വയം പരിപൂർണമാണ്. നിങ്ങൾ ഇടപെടാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കു തന്നെയാണ്. പ്രബുദ്ധനായ വ്യക്തി ഒരിക്കലും കർമ്മം ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ കർമ്മമെന്നത് ഇല്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരിക്കാനും കഴിയില്ല. പുനർജന്മമില്ല. അതെങ്ങനെ ഉണ്ടാകും? പുനർജന്മം പ്രാപിക്കേണ്ടത് ആരാണ്? വ്യക്തികളില്ല, ജനനമില്ല, മരണവുമില്ല. യഥാർത്ഥത്തിൽ പ്രപഞ്ചാനുഭവം അഥവാ ബോധമൊഴികെ മറ്റൊന്നുമില്ല.
99.99% ആത്മീയ ഗ്രന്ഥങ്ങളും ഗുരുക്കന്മാരും പൂർണ്ണമായും തെറ്റാണ്. അവർ തെറ്റാണെന്ന് പറയാനുള്ള ഒരു എളുപ്പമായ കാരണമുണ്ട്. അവർ പ്രബുദ്ധരല്ല. യഥാർത്ഥമെന്തെന്നു അവർ അറിയുന്നില്ല. അതിനാൽ വ്യക്തിത്വം എന്ന ഭ്രമം നിലനിർത്താനായി, അല്ലെങ്കിൽ ആരോ ഉണ്ടെന്ന ആശയം ദൃഢമാക്കാൻ, അവർ കഥകൾ, സിദ്ധാന്തങ്ങൾ, ആശയങ്ങൾ ഉരുത്തിരിക്കുന്നു. പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കുന്നു, ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അവർ ഇതെല്ലാം ഉപദേശിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ സത്യം എത്ര ലളിതമാണ്. ഇനി അതീന്ദ്രിയാനുഭൂതികളുടെ കാര്യം, മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ്. അതൊന്നും ആത്മജ്ഞാനമല്ല. നിങ്ങൾക്ക് ചില അതിശയകരമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ദൈവത്തെ, ദേവതകളെ കാണാം, ഒരു ദൂതന്റെ സന്ദേശം ലഭിക്കാം, ആത്മസഹായകരായ ആത്മാക്കളുമായി ബന്ധപ്പെടാം. ഈ പട്ടിക നീണ്ടുപോകും. പക്ഷേ എപ്പോഴും എവിടെയും എന്ത് സംഭവിച്ചാലും യാഥാർത്ഥ്യം ഒന്നു മാത്രമാണ്. അതീന്ദ്രിയമാകട്ടെ സാധാരണമാകട്ടെ, ഏതു തരത്തിലുള്ള അനുഭവങ്ങളും പ്രപഞ്ചാനുഭവം അഥവാ ബോധത്തിൻ്റെ സൃഷ്ടി മാത്രമാണ്. എനിക്ക് ലോകത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിതായിരിക്കും. ഏത് അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ഒന്ന് ഓർമ്മിപ്പിക്കുക: അനുഭവിക്കുന്നവനില്ല, നിരീക്ഷകനില്ല. എപ്പോഴും ഇത് മറക്കാതെ ഇരുന്നാൽ പതിയെ പതിയെ ഒരുനാൾ നിങ്ങൾക്ക് പരമമായ യാഥാർത്ഥ്യം ബോധ്യമാകും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും, ഒന്നും മാറിയിട്ടില്ല, പക്ഷേ എല്ലാം മാറിയിരിക്കുന്നു. അത് അറിവും അനുഭൂതിയുമാണ്. അസത്യത്തിൻ്റെ അപ്രത്യക്ഷമാകൽ, ഒരു ഒഴിഞ്ഞുപോക്ക്, അതിൽ നിന്ന് മറുവരിയില്ല. നിങ്ങളിതിനെ മനസ്സിലാക്കിയതായി കരുതുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഇഫ് യു തിങ്ക് യു നോ ഇറ്റ്, then you don't. When you know it, you do. And when you do know it, no one can take it away from you. ചില കാര്യങ്ങൾ വ്യക്തമാക്കാം. പ്രബുദ്ധനായ ഒരാൾ ഒരിക്കലും കർമ്മം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് അയാൾ ഒന്നും ചെയ്യാതെ ഗുഹയിലിരിക്കും എന്നർത്ഥത്തിലല്ല. ശരീരം വളരെ സജീവമായിരിക്കും. അതിൽ നല്ലതും ചീത്തയും എല്ലാം പ്രകടമാകാം. മനസ്സിൽ ചിന്തകളും വികാരങ്ങളും ഉയർന്നുമായാം. അവശേഷിക്കുന്നത് വെറും ബോധം മാത്രമാണ്. പക്ഷേ പ്രബോധിതമായ ആൾ സത്യമറിയുന്നു. ആരും ഒന്നും ചെയ്യുന്നില്ല. ഈ പ്രപഞ്ചാനുഭവം അനുനിമിഷം സ്വാഭാവികമായി, പരിപൂർണമായി സ്വയം സൃഷ്ടിക്കപ്പെടുന്നു. പ്രബോധിതനായ ഒരാൾ തൻ്റെ ശരീരത്തിൻ്റെ ഭൗതികവും മാനസികവുമായ അനുഭവങ്ങളോട് കൂടുതൽ ബോധവാനാകുന്നു. പക്ഷേ അയാൾ അത് അനുഭവിക്കുന്നില്ല. കാരണം അനുഭവങ്ങളും ബോധവും തമ്മിൽ വേർതിരിവൊന്നുമില്ല. അവശേഷിക്കുന്നത് വെറും ബോധം മാത്രമാണ്. ബോധത്തിലെല്ലാം സ്വാഭാവികമായി ഉദിക്കുന്നു, അനുഭവപ്പെടുന്നു, ഒഴിഞ്ഞുപോകുന്നു. പ്രപഞ്ചവും ബോധവും അവ രണ്ടും ഒന്നാണ്. ഇതും ശ്രദ്ധിക്കണം. നാം വ്യക്തിത്വം അല്ലെങ്കിൽ അഹം എന്ന് വിളിക്കുന്നത് പൂർണ്ണമായി മാഞ്ഞു പോകുന്നില്ല. അത് ശരീരത്തോടൊപ്പം നിലനിൽക്കാം. അത് സംസാരിക്കുകയും പെരുമാറുകയും മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യും, ഒരു വ്യക്തിയെപ്പോലെ. പക്ഷേ പ്രബുദ്ധനായ ഒരാൾ ഇതറിയുന്നു: ഞാൻ അഹമല്ല. ചില പ്രസ്ഥാനങ്ങൾ മോക്ഷത്തിനായി അഹന്തയുടെ നശീകരണത്തെ ഒരേ ഒരു മാർഗമായി പ്രബോധിപ്പിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആവശ്യമായത് ഇത്രയേയുള്ളൂ: ഞാൻ അഹന്തയല്ല എന്ന സാക്ഷാത്കാരം. അഹന്ത യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. അതൊരു ഭ്രമം മാത്രം. അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം. അതില്ലെങ്കിലും ഉണ്ടെന്നൊരു പ്രതീതി തോന്നാം. പക്ഷേ അതിലൊരു പ്രശ്നവുമില്ല. അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. ചിലപ്പോൾ അഹന്ത പതിയെ അപ്രത്യക്ഷമാകാൻ തുടങ്ങും. അതും സ്വാഭാവികമാണ്. ഒന്ന് മാത്രം ഓർമ്മിക്കുക: അനുഭവിക്കുന്ന ഒരുവൻ, ഒരു എക്സ്പീരിയൻസർ ഇല്ല. അനുഭവങ്ങൾ മാത്രമേയുള്ളൂ. സ്പിരിച്വൽ പ്രാക്ടീസസ്. ഇനി ആധ്യാത്മിക പരിശീലനങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ. ധ്യാനം, ഗ്രന്ഥപഠനം, ഇവയൊക്കെ ഒരു വ്യക്തിയെ പ്രബോധത്തിനായി തയ്യാറാക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്: നിങ്ങളുടെ കാഴ്ചപ്പാട്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നത് കാണാൻ പഠിക്കണം. യഥാർത്ഥത്തിൽ എല്ലാവരും പ്രബുദ്ധരാണ്. പക്ഷേ അതിനെ തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും ആർക്കും കഴിയുന്നില്ല. കാരണം അത് അത്രമേൽ സ്വാഭാവികവും വ്യക്തവുമാണ്.
പക്ഷേ ജനനത്തോടൊപ്പം തന്നെ നമ്മൾ അതിനെ അവഗണിക്കാൻ ശീലിച്ചു. പകരം പ്രപഞ്ചാനുഭവങ്ങളിൽ മാത്രം ശ്രദ്ധ വയ്ക്കുന്നു. കാഴ്ചപ്പാടിൽ സമൂലമായ മാറ്റം സംഭവിക്കണം. കാലങ്ങളായുള്ള ശീലത്താൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുന്ന കേന്ദ്രവും ധാരണരീതികളും മാറണം. ഗ്രന്ഥപഠനം നിങ്ങളെ അവിടേക്ക് എത്തിക്കില്ല. നിങ്ങൾക്ക് ഒരു ആകസ്മിക ഉണർത്തലാണ് ആവശ്യം. യഥാർത്ഥ മാറ്റം നിങ്ങളിൽ ഉടലെടുക്കുന്നത് നിങ്ങൾ സത്യത്തെ അറിയുമ്പോഴല്ല, പക്ഷേ അതിനെ അനുഭവിക്കുമ്പോൾ ആയിരിക്കും. ഇത് ഭയപ്പെടുത്തുന്നതാണ്, സുഖകരമോ ആനന്ദകരമോ അല്ല. ശരീരം പ്രതിരോധമോചിതമായി പ്രതികരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രനാൾ എത്രമാത്രം ഭ്രമത്തിലായിരുന്നുവെന്ന് മനസ്സിലാവുമ്പോൾ ഒരു അപ്രതീക്ഷിതമായ ചിരി പൊട്ടിപ്പുറപ്പെടാം. ഇത് ചില 3D ഡോട്ട് പെയിന്റിങ്ങിനെ പോലെയാണ്. അതിലെ ചിത്രം മനസ്സിലാക്കുവാൻ നിങ്ങൾ അതിലേക്ക് തന്നെ കുറേ നേരം സൂക്ഷിച്ചു നോക്കുന്നു. പെട്ടെന്നൊരു നിമിഷത്തിൽ ആ ചിത്രം നിങ്ങൾ തിരിച്ചറിയുന്നു. ഒരിക്കൽ നിങ്ങൾക്കത് കണ്ടുപിടിക്കാനായാൽ ഇനിയും അത് പിന്നെ എപ്പോഴും കാണാനാവും. ഇത് മറക്കാനോ പഴയപടിയാക്കാനോ ആവില്ല. പ്രബോധനം ഇതുപോലെയാണ്. യാഥാർത്ഥ്യം നേരിട്ട് അനുഭവിക്കുന്നതിനായി പര്യാപ്തമാകുന്ന ഏതു പ്രാക്ടീസും സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ മനസ്സിലാക്കുക, നിങ്ങളുടെ ലക്ഷ്യം യാഥാർത്ഥ്യം ബൗദ്ധികമായി മനസ്സിലാക്കുക അല്ല, പക്ഷേ അതിനെ അനുഭവിക്കുക, അതുമായി നേരിട്ട് ബന്ധപ്പെടുക എന്നതാണ്. ഇതിനായി നീണ്ട നാൾ വേണ്ട, ഏകദേശം കുറച്ച് വർഷങ്ങൾ മാത്രം. ചിലർക്ക് ഇതിനേക്കാൾ കുറവും. ഓർമ്മിക്കുക, നിങ്ങളാണ് നിങ്ങളുടെ രക്ഷാപഥം. ആത്യന്തികമായി നിങ്ങളാണ് നിങ്ങളെ ഉണർത്തുന്നത്. പ്രബോധനവും നൈതികതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ ചില വ്യക്തത വരുത്തട്ടെ. ചിലരിങ്ങനെ പറയാറുണ്ട്, പ്രബോധനം കരുണയും പ്രേമവും ഉളവാക്കുന്നു. പല പ്രബുദ്ധർ നിർവ്വാണത്തിലേക്കുള്ള മോക്ഷം ഉപേക്ഷിച്ച് എല്ലാ ആത്മാക്കളും പ്രബോധനം നേടുന്നതുവരെ പുനർജന്മം സ്വീകരിക്കുന്നു. ബോധിസത്വവ്രതം മുതലായവ. ഇതൊന്നും പ്രബോധനമല്ല. പ്രബോധനമെന്നാൽ സത്യത്തിൽ നിലകൊള്ളുക എന്നതാണ്, അല്ലാതെ നൈതികതയെയോ വ്രതങ്ങളെയോ കുറിച്ചുള്ളതല്ല. പ്രബോധനം യാതൊരു ആവശ്യങ്ങളുമില്ലാതെ പ്രതീക്ഷകളുമില്ലാതെ നിലനിൽക്കുന്നു. പ്രപഞ്ചം സ്വയം പ്രകടമാകുന്നു. അതാണ് പ്രബോധനം. നാം പ്രബോധനം തേടുന്നത് സന്തോഷത്തിനായോ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താനായോ അല്ല. പ്രേമം, സ്നേഹം ഇവയൊന്നും പ്രബോധനമല്ല. ദ്വേഷവും പ്രബോധനമല്ല. നിങ്ങൾ ഇവയെ പ്രബോധനത്തിൻ്റെ ഫലമായി കാണുന്നുവെങ്കിൽ അത് തെറ്റാണ്. പകരമായി ഇവ ഓരോന്നും പ്രബോധനം തന്നെയാണ്. ഇവ ഓരോന്നും ബോധത്തിൽ നിന്ന് സ്വാഭാവികമായി ഉദിക്കുന്നവയാണ്. പ്രവൃത്തി, വികാരം, സൃഷ്ടി, പ്രേമം, ദ്വേഷം, കൊലപാതകം, രക്ഷ, കരുണ ഇവ ഓരോന്നും പ്രബോധനം തന്നെയാണ്. പ്രവർത്തിക്കുന്നവനില്ല, അനുഭവിക്കുന്നവനില്ല, പ്രപഞ്ചാനുഭവം മാത്രമേയുള്ളൂ. ഇതാണ് സത്യം. ഇതാണ് പ്രബോധനം. ബോധത്തിൻ്റെ നിലയിൽ ഒന്നും മാറുന്നില്ല, പക്ഷേ മനുഷ്യപരമായി നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ജീവിതത്തെ മുന്നോട്ട് നയിച്ചിരുന്ന പല പഴയ പ്രചോദനങ്ങളും പതിയെ അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു. ഈ അപ്രത്യക്ഷമാകൽ ഓരോ വ്യക്തിയുടെയും പ്രത്യേകതകളെ ആശ്രയിച്ചിരിക്കും. അത് നിങ്ങൾ സത്യവുമായി എത്രത്തോളം താദാമ്യം പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. പ്രബുദ്ധനായാലും സാധാരണ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിനായി ചിലപ്പോൾ നിങ്ങൾ അജ്ഞതയുടെ ആവരണം അണിഞ്ഞെന്നിരിക്കാം. പക്ഷേ കാലം കടന്നു പോകുമ്പോൾ ഈ നില നിലനിർത്തുക കൂടുതൽ പ്രയാസകരമാകും. ഇതൊരു സിനിമ കാണുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് പോലെയാണ്. നിങ്ങൾ സംഭവിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുന്നതായി നടിക്കുന്നു. കഥാപാത്രങ്ങളോടൊപ്പം നിങ്ങൾ കരയും, ചിരിക്കും, പ്രതീക്ഷിക്കും. നിങ്ങളിത് വിനോദത്തിനായി ചെയ്യുന്നു. പ്രബോധനത്തോടെ യഥാർത്ഥ ജീവിതം ഇതുപോലെയാണ്. നിങ്ങൾക്കറിയാം, യാഥാർത്ഥ്യത്തിൽ ആരുമില്ല. ഇത് വെറും ഒരു പ്രദർശനമാണ്. വളരെ സ്വാഭാവികമായി ബോധത്തിൽ നിന്ന് സ്വയം ഉദിക്കുന്നതും ബോധമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒന്ന്. ഇതൊരു പ്രദർശനം മാത്രമാണെന്നും
ബോധമനസ്സിൽ കോൺഷ്യസ്നെസ്സിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒരു യന്ത്രസമാനമായ പ്രതിഭാസമാണെന്നും നിങ്ങൾക്കറിയാം. എങ്കിലും ഈ ലോകവുമായി സംവദിക്കാനുള്ള നിങ്ങളുടെ കഴിവ് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു പരിധിവരെ ഇതിനെ വിശ്വസിച്ചേ മതിയാകൂ. എന്തുകൊണ്ടാണ് ജ്ഞാനോദയം ലഭിച്ച ചിലർ ഏകാന്തതയിലേക്ക് ഉൾവലിയുന്നതെന്നോ സന്യാസി തുല്യരായി മാറുന്നതെന്നോ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി ഞാനും വ്യക്തിപരമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമാണിത്. പരമമായ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അതായത് ഈ ലോകത്തെ വിശ്വസിക്കുന്നത് പോലെ തുടർന്ന് സംവദിക്കും? സത്യം എപ്പോഴും ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവരോടൊപ്പം നിൽക്കുമ്പോൾ അത് വിശ്വസിക്കുന്നതായി നമുക്ക് അഭിനയിക്കേണ്ടി വരും. തീർച്ചയായും ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. ഞാൻ പുസ്തകങ്ങൾ വായനയെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു. എന്നാൽ ഇന്ന് ഒരു പുസ്തകം തുറക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. വർഷങ്ങളോളം ഗിത്താർ വായിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്ന് കയ്യിലെടുക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഈ വരികൾ എഴുതാൻ പോലും വലിയൊരു പരിശ്രമം ആവശ്യമാണ്. കാരണം ബോധപൂർവമായ ഓരോ പരിശ്രമവും യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ്. യഥാർത്ഥ്യത്തിൽ ഒന്നും തന്നെ ആസൂത്രിതമല്ല, എല്ലാം സ്വതസിദ്ധമാണ്. സത്യത്തിൽ അവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നുമില്ല. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാകരുത് എന്ന് കരുതി ഞാൻ ബോധപൂർവം പ്രവൃത്തികൾ കുറയ്ക്കാൻ സ്വയം ഒരു പെരുമാറ്റച്ചട്ടം, റൂൾ ഓഫ് ബിഹേവിയർ ഉണ്ടാക്കിയതല്ല. മറിച്ച് ജ്ഞാനോദയത്തിൻ്റെ സ്വാഭാവികമായ അനന്തരഫലം പ്രവൃത്തികളും ചിന്തകളും ക്രമേണ കുറഞ്ഞുവരിക എന്നതാണ്. ജ്ഞാനോദയം ലഭിച്ച ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന സ്വാഭാവികമായ ഒരു പരിവർത്തനമാണിത്. ഒടുവിൽ എല്ലാ പ്രവൃത്തികളും സ്വതസിദ്ധമായി, സ്പോണ്ടേനിയസായി മാറുകയും വ്യക്തിക്ക് താനാണ് ഇത് ചെയ്യുന്നത് എന്ന ബോധം ഇല്ലാതാവുകയും ചെയ്യും. തീർച്ചയായും മുകളിൽ പറഞ്ഞത് പരമമായ സത്യമല്ല. കാരണം യഥാർത്ഥത്തിൽ ആരുമൊന്നും പ്രവർത്തിക്കുന്നില്ല. എന്നാൽ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഓർമ്മ എന്നത് ഒരു ചതിക്കുഴിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓർമ്മകൾ അവിടെ തന്നെയുണ്ട്. അവയെ ബോധതലത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും കഴിഞ്ഞേക്കും. എന്നാൽ കാലം കടന്നു പോകുന്നതിനനുസരിച്ചും ജ്ഞാനോദയം നിങ്ങളെ അലിയിച്ചു ഇല്ലാതാക്കാൻ തുടങ്ങുന്നതോടെയും ആ ഓർമ്മകളിലേക്കുള്ള നിങ്ങളുടെ പ്രവേശനം ദുഷ്കരമായിത്തീരും. നിങ്ങളുടെ ബോധം വർത്തമാനകാലത്ത് തെളിഞ്ഞുവരുന്ന സംഭവങ്ങളിൽ മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഏക കാര്യങ്ങൾ അവയായതുകൊണ്ട് ഇത് സ്വാഭാവികം മാത്രമാണ്. വ്യക്തിത്വവും അഹംഭാവവും, ഈഗോ, വെറുതെ അലിഞ്ഞു ഇല്ലാതാവുകയാണ്. അവയ്ക്ക് യഥാർത്ഥത്തിൽ നിലനിൽപ്പില്ല. അവ നിലനിൽക്കുന്നുണ്ടെന്ന ആ മിഥ്യാധാരണ പോലും ബോധമനസ്സിൽ നിന്ന് പതിയെ മാഞ്ഞു പോകുന്നു. നിങ്ങൾക്കൊന്നും ഓർമ്മയില്ല. അതിന് നിങ്ങൾക്ക് ലവലേശം താൽപ്പര്യവുമില്ല. ഇനി ചില ധ്യാന രീതികളെക്കുറിച്ച്, ഉദാഹരണത്തിന് സെൻ ധ്യാനമാർഗമായ ശ്വസന നിരീക്ഷണം, ബ്രെത്ത് വാച്ചിങ് മുതലായവയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കണ്ണുകളടച്ച് ശ്വാസം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത്? ഞാൻ എപ്പോഴും ആളുകളോടിത് ചോദിക്കാറുണ്ട്. അത് അവരെ നല്ലതുപോലെ ചൊടിപ്പിക്കാറുമുണ്ട്. എന്തിനാണ് നിങ്ങൾ ധ്യാനിക്കുന്നത്? നിങ്ങൾ എന്താണ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ശ്വാസം നിരീക്ഷിക്കുന്നത്? ഇതിനൊരു ശരിയായ ഉത്തരം നൽകുന്ന ഒരാളെപ്പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവർക്കത് അറിയാത്തതിൻ്റെ കാരണം അവർ ജ്ഞാനോദയം സിദ്ധിച്ചവരല്ല എന്നതാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ ധ്യാനിച്ചെന്നു വരാം, അല്ലെങ്കിൽ ധ്യാനിച്ചില്ലെന്നും വരാം. അതൊരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല. നോക്കൂ, മിക്കവാറും എല്ലാ ധ്യാനികളും വിട്ടുപോകുന്ന ലളിതമായ സത്യം ഇതാണ്. അവിടെ ഇരുന്ന് ശ്വാസം നിരീക്ഷിക്കുക എന്ന ആ പ്രവൃത്തി തന്നെയാണ് ജ്ഞാനോദയം. അത്രമാത്രം. എന്തെങ്കിലും നേടാനായി നിങ്ങൾ ചെയ്യുന്ന ഒന്നല്ല അത്. വെറുതെ അവിടെ ഇരിക്കുക എന്നത് തന്നെയാണ് ജ്ഞാനോദയം. ശാന്തമായ മനസ്സോടെയുള്ള ആ നിശ്ചലാവസ്ഥ, അത് മാത്രമാണ് ജ്ഞാനോദയം. ഇനി നിങ്ങളുടെ ധ്യാനം തടസ്സപ്പെടുത്തിക്കൊണ്ട് അപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന ആ ശല്യക്കാരൻ, അതും ജ്ഞാനോദയം തന്നെയാണ്. ട്രാഫിക്കിൽ നിങ്ങളെ ചീത്ത വിളിക്കുന്ന ആ മനുഷ്യൻ,
അതും ജ്ഞാനോദയം തന്നെ. അവിടെ ഒരു കർത്താവില്ല, നോ ഡൂവർ, അനുഭവിക്കുന്നവനില്ല, പ്രവർത്തിക്കുന്നവനുമില്ല. പ്രപഞ്ച പ്രതിഭാസങ്ങൾ ചിന്തകളില്ലാതെ, കർത്തൃത്വമില്ലാതെ വെറുതെ തെളിഞ്ഞു വരുന്നു. മാനിഫെസ്റ്റേഷൻ ഇമേർജസ്. അതുമാത്രമാണ് ജ്ഞാനോദയം. ഞാൻ പറയാൻ ശ്രമിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യം ഇതാണ്. ജ്ഞാനോദയമെന്നത് അത്രമേൽ സ്വാഭാവികവും ലളിതവുമായ ഒന്നാണ്. അതുകൊണ്ടുതന്നെ അതിനായി നിങ്ങൾ നടത്തുന്ന ഓരോ ബോധപൂർവമായ പരിശ്രമവും നിങ്ങളെ അതിൽ നിന്നും കൂടുതൽ ദൂരേക്ക് എത്തിക്കുകയേയുള്ളൂ. എന്നാൽ വിരോധാഭാസമെന്ന് പറയട്ടെ, പാരഡോക്സിക്കലി, നിങ്ങൾ ജ്ഞാനോദയം സിദ്ധിക്കാത്തവനായി ഒരിക്കൽ പോലും ഇരുന്നിട്ടില്ല. അതിനായുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾ എത്ര തന്നെ കഠിനവും ക്ലേശകരവുമായിരുന്നാലും യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരിക്കൽ പോലും ഒന്നും പ്രവർത്തിച്ചിട്ടുമില്ല. അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇതാണ്. ജ്ഞാനോദയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, അത് മനസ്സിലാക്കാനും സാധിക്കും. അതിൽ നിഗൂഢമായി ഒന്നുമില്ല. രഹസ്യഭാഷകൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിന് ബോയ്സ് ഓൺലി ക്ലബ്ബ് മാത്രം പ്രാപ്യമായ ഒന്നായി അതിനെ മൂടിവെക്കേണ്ട കാര്യവുമില്ല. നിങ്ങളടക്കം ആരും തന്നെ നിലനിൽക്കുന്നില്ല എന്നും സംഭവിക്കുന്നതെല്ലാം സ്വതസിദ്ധമായും സ്പോണ്ടേനിയസ്ലി പൂർണ്ണതയോടെയുമാണ് സംഭവിക്കുന്നതെന്നുമുള്ള ആ തിരിച്ചറിവാണ്, അറിവാണ് ജ്ഞാനോദയം. നിലനിൽക്കുന്നതെല്ലാം പ്രപഞ്ചം അഥവാ ബോധം ആണെന്നുള്ള തിരിച്ചറിവാണത്. രണ്ടും ഒന്നു തന്നെയാണ്. അതായത് യു ഇസ് ഈക്വൽ ടു സി, യൂണിവേഴ്സ് ഇസ് ഈക്വൽ ടു കോൺഷ്യസ്നസ്. അസ്തിത്വം എന്നത് തന്നെ ബോധമാണ്. അതുകൊണ്ടാണ് ശൂന്യതയ്ക്ക് പകരം ഇവിടെ എന്തെങ്കിലുമൊന്ന് നിലനിൽക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഇത് അത്രമേൽ സ്വാഭാവികവും ലളിതവും വ്യക്തവുമാണ് എന്നതുകൊണ്ട് തന്നെ നാം ഓരോ ദിവസവും ഇത് ശ്രദ്ധിക്കാതെ പോകുന്നു. ഇതാണ് സ്റ്റീവൻ നോർക്വിസ്റ്റ് എഴുതിയ കുറിപ്പിൻ്റെ ഒരു ഏകദേശ മലയാള പരിഭാഷ. യൂട്യൂബിൽ സ്റ്റീവൻ നോർക്വിസ്റ്റ് വാട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ് എന്ന് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഇംഗ്ലീഷ് വോയിസ് ഓവർ കിട്ടും. ഒറിജിനൽ ലേഖനം വായിക്കുന്നതിനായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിക്കുക.